അപ്പോൾ ഗുരുവാണി വോളിയം 2 ഭാഗം 2 അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് രാധി ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവേ അപ്പ. ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുവിശ്വാസികൾക്കും ആത്മബന്ധുക്കൾക്കും ഗുരുനാമത്തിൽ സാദര പ്രണാമം. ഗുരുവാണി വോളിയം 2 പ്രകാശന കർമ്മം നടക്കുന്ന ഈ വേദിയിൽ ഒരുപാട് ആത്മബന്ധുക്കളോടും ഗുരുസ്നേഹം പറയാതെ പോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. ഗുരുവിൻ്റെ ഗുരുവാണികൾ, അതിൻ്റെ മൂല്യം വിലമതിക്കാനാവാത്ത ഗുരുവാണികൾ മാനവരാശിക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ ഗുരുവിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ ആത്മബന്ധുക്കളോടും സ്നേഹപൂർവ്വം അരുളിത്തന്ന രത്നങ്ങളും വൈഡൂര്യങ്ങളും പതിപ്പിച്ച ഗുരുവിൻ്റെ വാമൊഴികൾ, അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ വോളിയം 2 കൂട്ടായ്മ സ്നേഹപൂർവ്വം എഴുതി തന്ന, തെറ്റ് തിരുത്തി തന്നും, പ്രൂഫ് റീഡ് ചെയ്തും, കവർ പേജ് ചെയ്തു തന്നും, ധനസഹായമായും നല്ല രീതിയിൽ ഈ കർമ്മം ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ആത്മസഹോദരങ്ങളോടും ഗുരുസ്നേഹം അറിയിക്കുന്നു. ഗുരുധർമ്മ സഹകരണ സംഘത്തിൻ്റെ എല്ലാ ഭാരവാഹികളും ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തുവാൻ എല്ലാ രീതിയിലുള്ള സഹകരണത്തിനും ഗുരുസ്നേഹം അറിയിക്കുന്നു. എല്ലാ എക്സിക്യൂട്ടീവും വളരെ ശക്തരാണ്. എന്നാലും ഡോക്ടർ ബീനയുടെ കോൺട്രിബ്യൂഷൻസ് എത്രയാണ് എന്ന് 1-2 വാക്കുകളിൽ പറഞ്ഞു നിർത്താവുന്നതല്ല. ഡോക്ടർ ബീനയുടെ ഔദ്യോഗിക പദവിയും മറ്റും എത്രമാത്രം തിരക്കേറിയതാണെന്ന് പറയാതെ തന്നെ അറിയാവുന്നതാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന യാത്രാ സമയങ്ങളിൽ, വീട്ടുജോലികൾ ചെയ്യുന്ന സമയങ്ങളിൽ, രാത്രികാലങ്ങളിൽ ഉറങ്ങാതെയും സദാ ഗുരുവാണി വോളിയം 2 വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ ബീനയും ഞാനും 2 സഹോദരികളായി മാറി. എല്ലാ അർത്ഥത്തിലും ഡോക്ടർ ബീന GSS എന്ന സംഘടനയുടെ നടും തൂണ് തന്നെയാണ്. ശ്രീ വിനായകൻ സാറിനോട് ഗുരുവാണി വോളിയം 2 വേണ്ടി ഒരു അവതാരിക എഴുതി തരണം എന്ന് അപേക്ഷിച്ചപ്പോൾ ഗുരുവിൻ്റെ കാര്യമാണ്, ഞാൻ ചെയ്തു തരാം എന്ന് സ്നേഹത്തോടെ പറയുകയും അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരികയും ചെയ്തു. ശ്രീ വിനായകൻ സാറിന് ഇന്ന് പുസ്തകമായ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര കർമ്മവും എന്ന ബുക്കും കൂടെ ഇതിനോടൊപ്പം പ്രകാശനം ചെയ്യാൻ GSS എന്ന സംഘടനയ്ക്ക് ഒരവസരം കിട്ടിയതും ഗുരുകാരുണ്യമെന്ന് വിശ്വസിക്കുന്നു. ഗുരുവാണി വോളിയം 1 വോളിയം 2 കവർ പേജുകൾ ചെയ്തു തന്ന ഡോക്ടർ പ്രമോദിന് പ്രത്യേകമായും ഗുരുസ്നേഹം സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും അറിയിക്കുന്നു. ഞാൻ രാധിക ബാൽരാജ് UK സെറ്റിലായിട്ട് ഒരു 40 വർഷമാകാറാവുന്നു. മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ശീലം കുറവായിരുന്നു. എൻ്റെ ഗുരുവപ്പായുടെ ഗുരുവാണികൾ പുസ്തക രൂപത്തിൽ ആക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രോജക്റ്റ് ലീഡറായത് അവിടെയിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മഹത് കർമ്മമായി, ഗുരുവിൻ്റെ കാരുണ്യമായി മാത്രം വിനയപൂർവ്വം അറിയിക്കുന്നു. ശ്രീ ഉദയഭാനുവിൻ്റെയും ശാന്താദേവിയുടെയും മകളാണ് ഞാൻ. അച്ഛൻ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച ശേഷം ശാന്തിഗിരിയിൽ ഗുരുവിനോടൊപ്പം താമസിച്ച് കർമ്മം ചെയ്തിരുന്നു വർഷങ്ങളോളം. ഇന്നിവിടെ എത്തിച്ചേർന്ന് ഈ കർമ്മം ചെയ്യാൻ പറ്റിയ ഗുരുവിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുചരണം ശരണം. ഗുരുവാണി വോളിയം 2 ഔദ്യോഗികപരമായിട്ട് ഞാൻ ഇത് ബീനയ്ക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൂടുതലും കൊടുക്കേണ്ടത്. എന്നിരുന്നാലും ഞാൻ ഈ കർമ്മം ബീനയ്ക്ക് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ഇത് എഴുതി തന്ന എല്ലാവർക്കും വേണ്ടിയും ഗുരുപരമ്പരയ്ക്ക് വേണ്ടിയും വരും തലമുറകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഈ കർമ്മം ചെയ്യുകയാണ്. ഞാൻ ഈ പുസ്തകം നമുക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഈ
ഗുരുവാണിയുടെ കവർ പേജ് ചെയ്യാൻ സദാസമയം ഞങ്ങൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഡോക്ടർ പ്രമോദിനോട് ഒരു മടിയും കൂടാതെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം അതിന് എപ്പോഴും സഹകരിച്ചിരുന്നു. അദ്ദേഹത്തിനാണ് ഗുരുവാണി വോളിയം 2 കൊടുത്ത് പ്രകാശനം നടത്തുന്നത്. പ്രമോദ് സാറ് 2 വാക്ക് സംസാരിക്കും. ഏവർക്കും നമസ്കാരം. ഗുരു ധർമ്മ സംരക്ഷണ സംഘം എന്ന പേരിലുള്ള ഈ ആത്മീയ സംരക്ഷണ സംഘത്തിൻ്റെ പേരിലുള്ള ഒരു ഗുരുവാണി 1-ാം ഭാഗം, അതിൻ്റെ തന്നെ തുടർച്ചയായ 2-ാം ഭാഗത്തിൻ്റെ ഒരു മഹത്തായ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഒരു ഗ്രന്ഥത്തിൻ്റെ കൂടെ പ്രകാശനമുണ്ട്. അതുകൊണ്ട് ഏറെയൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. ഡോക്ടർ ബീന വളരെ ഒരു കർമാർപ്പണത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും സമീപിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ഇങ്ങനെ സാങ്കേതികമായ കാര്യങ്ങൾ യാദൃച്ഛികമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ ഞാനിതിൻ്റെ ഭാഗമായി മാറിയതാണ്. ഈ ഗുരുവിൻ്റെയും ഈ സംഘത്തിൻ്റെയും അല്ലെങ്കിൽ ഒരുപക്ഷെ ആശ്രമത്തിൻ്റെയും ഒന്നും കാര്യങ്ങളിൽ എനിക്ക് അത്ര അറിവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ബീന ഡോക്ടർ പറഞ്ഞു തന്നതനുസരിച്ചിട്ട് പിന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടം തന്നെയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ആർക്കും, ഏത് ദേശക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും ഏത് പ്രൊഫഷണലായാലും അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ആർക്കും ഒളിച്ചോടാൻ സാധ്യമല്ല, മാറി നിൽക്കാൻ സാധ്യമല്ല. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ഭാഗമാണ് ഈ ആത്മീയമായ ഒരു തിരിച്ചറിവ് എന്നത്. അത് തിരിച്ചറിഞ്ഞ കുറേ പേരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഇതിൽ പ്രവർത്തിക്കുന്നവരെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ റീസെൻ്റായിട്ട് ഇടക്കാല മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാർത്തകൾ മൊത്തം ഇതിനെല്ലാം ഘടകവിരുദ്ധമാണല്ലേ. ഒരു ഞായറാഴ്ച നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇതിൽ വന്നു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന പത്രമൊക്കെ, ഒരുപക്ഷെ എൻ്റെ നാട് വെള്ളറട എന്ന് പറയുന്ന സ്ഥലമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 1-2 ദിവസം മുന്നേ ഒരു മകൻ അച്ഛനെ, എനിക്ക് നേരിട്ട് അറിയുന്ന ഫാമിലിയാണ്, ഒരു അച്ഛനെ കഴുത്തറുത്ത് കൊന്ന ഒരു സംഭവം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. കിളിയൂർ എന്ന് പറയുന്ന ഒരു സംഭവം. അത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ആവർത്തനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അച്ഛനെ മകൻ കൊന്നു എന്നുള്ളത് സാധാരണഗതിയിൽ കുറച്ച് നേരം ആ ഫാമിലിയോടുള്ള അടുപ്പം കൂടി തിരിച്ചറിയുമ്പോഴത്തേക്കും എന്താണ് അതിലേക്ക് എത്തിച്ച ഘടകം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഒരുപക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ആത്മീയമായിട്ടുള്ള ഒരു അടിത്തറ, അതിൻ്റെ മൂല്യബോധം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെന്ന് കാണാൻ കഴിയും. അത് ഒന്നല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഒട്ടനവധി. ഒരുപക്ഷെ ഒരു വലിയ ഒരു ആശ്രമം, ഒരു ആത്മീയ സംരക്ഷണ ഒരു ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ സമാന്തരമായി മറ്റൊരു രീതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന പരാമർശിക്കപ്പെട്ടു. അങ്ങനെ മാറി സംരക്ഷിക്കുന്ന മൂല്യനാശം എവിടെയോ എപ്പോഴൊക്കെയോ സംഭവിച്ചിരിക്കണം.
ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ ഒരു പര്യായപദമായിട്ട് ഗുരുവിനെ പറയാറുണ്ട്, പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും. ഒരു കാര്യം പറഞ്ഞു തരുന്ന ആൾ ടീച്ചർ, പക്ഷേ ഗുരു എന്ന് പറയുന്ന ആൾ ഒരു കാര്യം ഒരാൾക്ക് പരിചയപ്പെടുത്തുന്ന ആൾ ഒരിക്കലും ഗുരു ആവില്ല എന്നാണ് എൻ്റെ ഒരു സാമാന്യമായ അറിവ്. ഈശ്വരനെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ആൾ നേരിട്ട് ഒരു മീഡിയേറ്ററാണ്. ഒരു കാര്യം പറഞ്ഞു തന്നാൽ പോരാ, അതിലേക്ക് എത്തിച്ചു തരുന്ന ആളാണ്. ഈശ്വരനെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാനോ വായിച്ചറിയാനോ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് നമുക്ക് എത്തിച്ചു തരുന്ന ആൾ, അതിനെ കണക്ട് ചെയ്യുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഒരു തിയറി മാത്രം വായിച്ചു കഴിഞ്ഞാൽ, ഗുരുവാണി മാത്രം വായിച്ചു കഴിഞ്ഞാൽ, ആത്മീയമായിട്ടുള്ള ഒരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ, അതിലൊരു അംഗമായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആത്മീയമായ മാർഗത്തിൽ പൂർണ്ണമായിട്ടും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഒരു ഗുരു നമുക്ക് ആവശ്യമാണ്. ഏതൊരു തരത്തിലുള്ള ആത്മീയ സാധന നമ്മൾ സ്വീകരിച്ചാലും അത് ഈ ഒരുപക്ഷെ ഗുരുവിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴും അതിനകത്ത് കണ്ടത് ഒരു സൂഫി സന്യാസിയുടെ ഒരു പ്രകടമായ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ ഏത് സമ്പ്രദായത്തിൽപ്പെടുന്ന ഒരു സന്യാസിയായാലും അവരുടെ ആത്മീയ സാധന രീതികളിൽ, ഉപാസനാ രീതികളിൽ നമുക്കൊരു പ്രാർത്ഥനാ മന്ത്രം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അതിൽ ഗുരു എന്നുള്ള വാക്ക് ഒരിക്കലും പരാമർശിക്കപ്പെടാതെ പോവുകയില്ല. അപ്പോൾ ആ ഗുരു എന്നുള്ളത് ഒരിക്കലും ഒരു അറിവ് തരുന്ന ആളല്ല, ആ അറിവ് ഈശ്വരനിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരു പരമ്പരയെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ യാദൃശ്ചികവശാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കവർ പേജ് ഡിസൈനിങ്ങിൻ്റെ ഒരു പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, അതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഫഷനിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് യാദൃശ്ചികമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ്, നമ്മളങ്ങനെയാണല്ലേ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സെപ്പോൾ കൈപ്പുണ്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണെന്ന് എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എക്സ്പെർട്ട് ആകുന്നതിന് മുമ്പായിട്ട് അതിൽ ഗാഠമായിട്ട് മനസ്സർപ്പിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പ്രൊഫഷനിൽ ഞാൻ എന്തെങ്കിലും ഒരു വിഷയമെടുത്ത് ആയുർവേദത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയമെടുത്ത് നമ്മളന്ന് പഠിക്കുകയാണെങ്കിൽ അന്നൊരു പേഷ്യൻറ്റ് വിളിച്ചിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അന്നല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങൾ യാദൃശ്യമായിട്ട് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ 1-ാം ഭാഗത്തിൻ്റെയും 2-ാം ഭാഗത്തിൻ്റെയും ഒരു ഇതിൽ തന്നെ ആയത്. അതിൽ തന്നെ 2-ാം ഭാഗത്തിൽ എന്നെ ഇത് വിളിച്ചെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പകുതി ചില ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് വന്നതിനാൽ ഡോക്ടർ ബീന തന്നെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം അവസാനം ചെയ്തത്. ഉറക്കമൊഴിഞ്ഞ് ഇരുന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം അതും ഞാനിവിടെ പറഞ്ഞുകൊള്ളുന്നു. ഇത് ഇടയ്ക്കൊരു നമ്മൾ സ്ഥലം മാറ്റം വന്നു, അതുകൊണ്ടാണ് പറ്റാത്തത്. എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിനും ഇതിനൊക്കെയുള്ള നന്ദി പ്രത്യേകം പറയുന്നു. പ്രത്യേകിച്ച് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് നമ്മുടേത്. ആയുർവേദത്തിലും ഈ ആത്മീയ സംരക്ഷണവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. 3 തൂണുകളാണ്: പ്രാണേഷണ, ധനേഷണ, പരലോകേഷണ എന്ന് പറഞ്ഞിട്ട്. പരലോകേഷണ എന്ന് പറയുമ്പോഴത്തേക്കും ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ 3 തൂണിൽ 3 തൂണുള്ള ഒരു സാധനം നിലനിൽക്കുമ്പം ഒരു ത്രിസ്തൂണങ്ങൾ, 3 തൂണുകളാണ് ജീവിതത്തിൻ്റെ ആധാരം. അതിൽ ഒരു തൂൺ ഒടിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീണു പോകും. അങ്ങനെ ആ വീഴ്ചയുടെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന സമൂഹത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളും കേട്ടുകേൾവി ഇല്ലാത്ത ചില ഇതും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഒരു തൂൺ ഒടിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അത് എപ്പോഴും നമുക്ക് വേണം. അത് ഒരു പ്രായത്തിലേ ആ തിരിച്ചറിവ് വരുവുള്ളൂ, ഒരു സമയത്തെ തിരിച്ചറിവ് വരുവുള്ളൂ, ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോഴേ തിരിച്ചറിവ് വരുവുള്ളൂ. എപ്പോഴായാലും നമ്മൾ ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല എന്നൊരു എളിയ നിർദ്ദേശം കൂടെ ഞാൻ പറയുകയാണ്. ആ പ്രാണേഷണ, ധനേഷണ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടും ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ യത്നിക്കണം. അതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗം, പ്രാണേഷണ. 2ാമത്തത് നമുക്ക് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, സമ്പത്ത്, പൈസ, ധനം എല്ലാത്തിനും പ്രാധാന്യമാണല്ലേ. ഇപ്പോൾ ഇത് നിലനിൽക്കണമെങ്കിൽ തന്നെ കുറച്ച് കാശുള്ളവരും കാശ് സമ്പാദിക്കുന്നവരും ഒക്കെ ഇതിലേക്ക് വേണ്ടി കുറേ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇതുപോലൊരു ഫംഗ്ഷനും ഇതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ധനം എപ്പോഴും ആവശ്യമാണ്. ധനമില്ലാതെ നിലനിൽപ്പില്ല. ധനേഷണ. ഇത് കഴിഞ്ഞാൽ പരലോകേഷണ എന്നൊരു സാധനമുണ്ട്. അതിലാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാവാനുള്ള ഒരു ചോദന. അതെല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അതിലേക്ക് എത്തിപ്പെടുന്നത് ഒരുപക്ഷെ 10,000 പേരോ ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. കുറേ പേർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അതിനെക്കുറിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഭഗവാന്റെ അടുത്ത് എത്തുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. റിഫൈൻമെൻറ്റ്, എൻട്രൻസ് പോലെയല്ലേ ഓരോ ഘട്ടമായിട്ട്. അതേപോലെ ഒരു ഗുരുവിൻ്റെ സന്ദേശങ്ങളെ, ഗുരുവിൻ്റെ തത്വങ്ങളെ, ഗുരുവിൻ്റെ മൂല്യങ്ങളെ
പിന്നെ രജനീകാന്തൊക്കെ സിനിമയിലൊക്കെ പറയും പോലെ അല്ലേ, അദ്ദേഹത്തെ സിനിമയിലല്ല ജീവിതത്തിൽ അദ്ദേഹം പറയാറുണ്ട്, എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തെ മുറുകെ പിടിക്കണം, ഗുരുവിൻ്റെ മൂല്യങ്ങളെയും വാക്കുകളെയും മുറുകെ പിടിക്കണം. അത് കേവലം വാക്കുകളല്ല, അക്ഷരങ്ങളാണല്ലേ. അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നാശം വരാത്തതാണ്. അത് വാച്യമായാലും അത് വായ്മൊഴിയായാലും എഴുതി വെച്ചതായാലും അതിന് നാശം സംഭവിക്കുന്നതല്ല. ഒരിക്കലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ അക്ഷരങ്ങൾ നശിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങളതിനെ പിന്തുടരുന്നവരാണ്, അതിൽ ജീവിക്കുന്നവരാണ്. ഈ ഒരു സഭ ഈ ഗ്രന്ഥങ്ങളിലൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ഒരു വലിയ മഹത്തായ വലിയൊരു ഒരു പ്രസ്ഥാനമായി തന്നെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് എന്നെ ഇതിലെ ഒരു ഭാഗമാക്കിയതിൻ്റെ നന്ദിയും കൂടെ ഞാൻ ഇതിനോടൊപ്പം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ വിനായക് സാർ എഴുതിയ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന് പറയുന്ന ആ ബുക്ക്. എന്നുവെച്ചാൽ ഗുരുവിൻ്റെ യഥാർത്ഥ ആ ഒരു ഐഡിയോളജി എന്താണെന്നുള്ള വ്യക്തമാക്കുന്ന ഒരു ബുക്കാണത്. ആ ബുക്കിൻ്റെ പ്രകാശനം ചെയ്യുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ സതികുമാർ എം, ഏറ്റുവാങ്ങുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായ നമ്മുടെ ഗണേശൻ മാഷാണ്. അപ്പോൾ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സൽഗുരു ശരണം. ശ്രീ വിനായകൻ സാർ എഴുതിയ ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രസിഡൻറ്റ് പിന്നെ ഞാനും കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വിനായകൻ സാറിൻ്റെ ഇങ്ങനൊരു അനുഭവത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് പകർന്നു തരുന്ന ഒരു അറിവ് അങ്ങനൊന്ന് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുകയും അത് നമുക്ക് നമ്മുടെ ഗുരുവാണിയിലും അവതാരിക എഴുതിയിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്നതിൽ ശ്രീ വിനായകൻ സാറിന് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, അത്രയ്ക്ക് എഴുതാനോ അങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പരിചയമോ ഇല്ലാത്ത എനിക്ക് നമ്മുടെ ഗുരുവാണി ഭാഗം 2-ൻ്റെയും ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന പുസ്തകത്തിൻ്റെയും ആമുഖം എഴുതാൻ ഒരു അവസരം തന്ന ഗുരുവിനോട് ആ കരുണാമയനോട് എൻ്റെ കരുണാമയൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രകാശന കർമ്മത്തിലേക്ക് പോവുക. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ഗണേശൻ മാഷ് തന്നെയാണ്. അപ്പോൾ ഗണേശൻ മാഷ് സംസാരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനായക് സാറ് പ്രകാശന സന്ദേശം നമ്മുടെ വിനായക് സാറ് മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞാണ് വരാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് എന്തോ
2 ദിവസം കൂടി കഴിഞ്ഞ് അദ്ദേഹം എത്തുള്ളൂ. അതുകൊണ്ട് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം എത്തിയില്ല. അപ്പോൾ ഒരു ആശംസ പ്രകാശനത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ആ സന്ദേശം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, എല്ലാവരും ഒന്ന് കേൾക്കും. പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, പരമസ്ഥലീയായ ഗുരുവിന്റെ നാമത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. നമ്മള് കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവിന്റെ ആശ്രമത്തിലെ ഗുരുവിന്റെ സമാധിസ്ഥാനത്തോ അല്ലെങ്കിൽ ഗുരു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തില് സ്വാതന്ത്ര്യമായി പ്രാർത്ഥിക്കാനോ ഒന്നുമുള്ള അനുവാദമോ അവസരവും ഇല്ലാതെ വിഷമിക്കുകയാണ്. നമ്മൾ പല ഭാഗങ്ങളിൽ ഒത്തുകൂടുകയും പല രീതിയിൽ അതില് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതൊന്നും അത്ര കണ്ട് ഫലവത്തായില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത്തരണത്തില് ഗുരുവാണിയുടെ 2ാം വോളിയം ഉദ്ഘാടനത്തിന് റിലീസ് ചെയ്യുന്ന സമയത്ത്, പ്രകാശനം ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം, ഗുരുവിന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന്, അതായത് മനുപരമ്പരയിൽ സത്യത്രാനന്ദ കാലത്ത് പറ്റിയ അബദ്ധം കൈപ്പിഴ തിരുത്തി കുറിക്കാൻ വേണ്ടിയാണ് പല ജന്മങ്ങളിലൂടെ വന്ന ഗുരുവിനെ ആരും അറിയിക്കാതെ വിദ്യാഭ്യാസത്തിനൊരു അവസരം കൊടുക്കാതെ കൊണ്ടുവന്ന് ഈ അവസ്ഥ പൂർത്തീകരിച്ച് ആ തെറ്റ് തിരുത്തി മനുഷ്യ പരമ്പരയെ കുലത്തെ നേരെ നയിക്കാൻ വേണ്ടി ബ്രഹ്മം നിശ്ചയിച്ചു ആഗ്രഹിച്ചു. അത് സഫലമാക്കി. ഞാൻ അനേക കാലങ്ങളായിട്ട് സഫലമായി എന്ന് വാദിച്ചതായിട്ട് നമുക്കറിയാം. അതില് ഈ പാരമ്പര്യമായിട്ട് പല 14 ജന്മങ്ങളായിട്ട് വന്നിട്ടുള്ള കർമ്മദോഷങ്ങളിൽ നിന്ന് അതിൽ പെട്ടുനിൽക്കുന്ന പിതൃക്കളെ ജന്മത്തിന് അവകാശമുള്ള ഒരു ജന്മം കൊടുക്കാനും അല്ലാത്തവരെ നശിപ്പിച്ചു കളഞ്ഞ പിതൃഭാവം പിതൃരാശി ശുദ്ധമാക്കി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗുരു വന്നത്. ഗുരു അത് ചെയ്തു തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മളിനി ഒരു നിർദ്ദേശ രീതിയിൽ ആ ജീവിതം നയിച്ചു വരുമ്പോൾ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ തലമുറയിലൂടെ ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യ പരമ്പര ഒരു തലമുറ ഉണ്ടാവും. അതിന് വളരെയേറെ ശ്രദ്ധയോടും ഭക്തിയോടും വിനയത്തോടും കൂടി അതെടുത്ത് നമുക്ക് ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ കഴിയണം. ആ ഒരു വാശ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഗുരുവിനെ ഭൗതിക ശരീരത്തിലൂടെ കാണാൻ സാധിക്കാറുണ്ട്. അതല്ലാതെ ഗുരുവിനെ കേട്ട് മനസ്സിലാക്കിയവരുണ്ട്. ഇതിലൊന്നും വിടാത്ത ആളുകളുണ്ട്. പക്ഷേ ഗുരുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആ കുറ്റം പ്രചരിപ്പിക്കാൻ, ഈ ആശയം കൊടുക്കാൻ നമ്മൾ അക്ഷീണം അനവരതം പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഇത് കേരളത്തിലും ഇന്ത്യയിലും ലോകം മൊത്തം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഏറ്റെടുത്ത് ശക്തിയുക്തം അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരുണത്തില് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടി ജാതിയോ മതമോ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഗുരുവിന്റെ മക്കളെന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഗുരുനാമത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിനായകൻ. സദ്ഗുരുവേ ശരണം. അപ്പോൾ ഇതാണ് പ്രകാശനത്തോട് ബന്ധപ്പെട്ട് വിനായകൻ സാറ് അയച്ചു തന്ന സന്ദേശം. ഇനി അടുത്തതായിട്ടെന്ന് വെച്ചാൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രസിഡൻറ്റ് ശ്രീ ശശി ഉദയഭാനു എന്താ പറയുക, അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ശശിടാ. സദ്ഗുരുവേ ശരണം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ആത്മബന്ധുക്കളെ, ഗുരുവാണി വോളിയം 2 2ാം ഭാഗത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഈ ചടങ്ങിൽ നടന്ന പ്രധാന പരിപാടി. ഒപ്പം
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളെയെല്ലാം ഗുരുവിനെ എന്താണെന്ന് മനസ്സിലാക്കിച്ച് തരുന്ന, ഒരുപക്ഷെ എന്താ പറയുക, നമ്മൾ ഈ കുടിപ്പള്ളിക്കൂടത്തിലെത്തുമ്പോൾ അക്ഷരങ്ങൾ ആദ്യമായി പറഞ്ഞു തരുന്ന ആദ്യ അധ്യാപകനെ പോലെ ഗുരുവിനെ എന്താണെന്നും ഗുരുവിനെ എങ്ങനെയാണ് മാനിക്കേണ്ടതെന്നുമൊക്കെ പ്രാരംഭഘട്ടത്തിൽ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു തന്ന നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ വിനായകൻ സാറിൻ്റെ പുസ്തകമായ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന പുസ്തകത്തിൻ്റെയും കൂടി പ്രകാശനകർമ്മം നടന്നിരിക്കുകയാണ്. പ്രിയമുള്ള ആത്മബന്ധുക്കളെ, നമുക്കെല്ലാം അറിയാവുന്നതും അനുഭവിച്ചതുമാണ് ശാന്തിഗിരിയിലുണ്ടായ മൂല്യച്യുതികളും അതിനെ തുടർന്ന് ധാരാളം പേർ ആശ്രമം വിട്ടുപോവുകയും എന്നാൽ കുറച്ചുപേരൊക്കെ പഴയ ദേവാരാധനാ സമ്പ്രദായത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു സന്ദർഭത്തിലാണ് നന്മ മനസ്സ് എന്നൊരു കൂട്ടായ്മ ഉണ്ടാകുകയും അതിലൂടെ ആശയങ്ങളും ആശങ്കകളും പങ്കുവച്ച് ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമായത്. തീർച്ചയായിട്ടും ആ സംഘടനയ്ക്കകത്ത് സ്വാഭാവികമായിട്ടും പല വ്യക്തികൾ ചേരുന്നതിനകത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് ചില ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യത്വപരമായ സാമാന്യമായ പരിണാമങ്ങൾ മാത്രമാണ്. എങ്കിലും ഗുരുവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളെ ലോകത്ത് എത്തിക്കുക എന്നുള്ള ശ്രമകരമായ പുണ്യകരമായ ഒരു കർമ്മം ചെയ്യുന്നതിന് കാണിച്ച നിങ്ങളുടെ ഏവരുടെയും മനസ്സിന് മുന്നിൽ ഗുരുനാമത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറയുകയാണ്. ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ പൗർണമിക്ക് കന്യാകുമാരിയിൽ നിന്ന് ജനുവരി 14 രാവിലെ 6:43 സൂര്യോദയ സമയത്ത് ആരംഭിച്ച ഗുരുധർമ്മ സത്യയാത്ര എന്ന യാത്രയുടെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. നാളെ മറ്റന്നാൾ 11 വൈകിട്ട് പൗർണമി ആരംഭിക്കുന്ന അന്ന് ഉച്ചയോടുകൂടിയാണ്. ആ പൗർണമി ദിവസം തന്നെ വൈകിട്ട് സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പ് ഈ ഗുരുധർമ്മ സത്യയാത്രയുടെ സമർപ്പണം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന നിങ്ങളെല്ലാവരും പങ്കെടുക്കുകയും ആ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഇതിന് എന്ത് ചിലവ് വരും, എന്ത് വരവുണ്ടാകും, എങ്ങനെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും, ഈ ദിവസം എന്ന് എവിടെ കിടന്നുറങ്ങും എന്ന് ഒരു മുൻ ധാരണയുമില്ലാതെ തുടങ്ങിയ യാത്രയാണ്. തീർച്ചയായിട്ടും ഈ യാത്രയുടെ അവസാന മണിക്കൂറിലാണ് ഈ യാത്ര ചെന്നെത്തുന്നത്. ഏതാണ്ട് നെയ്യാറ്റിൻകര ആയിരിക്കുമെന്നും നെയ്യാറ്റിൻകര ഭാഗത്ത് എവിടെയെങ്കിലും ഉറങ്ങാനിടം കണ്ടെത്തണമെന്ന് കരുതുകയും ശ്രീ ഷാജി ഉദയഭാനുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം സന്തോഷത്തോടു കൂടി അവിടെ ആദ്യത്തെ അവസരം തരികയുമാണ് ഉണ്ടായത്. തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ദിവസം പാലാ വഴി പോകുന്നു, വൈകിട്ട് 4:30-5 മണിയാകുന്നു. ആ ഭാഗത്ത് വലിയ പരിചയങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും പൂഞ്ഞാറപ്പച്ചനെ ഒന്ന് വിളിക്കണം, കാണണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ കരുതിയിരുന്ന ഞാൻ, കാര്യം അദ്ദേഹം വളരെ അവശനായ രോഗനിലയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. എന്നോട് വ്യക്തിപരമായിട്ട് വളരെയധികം അടുത്ത ബന്ധം പുലർത്തുകയും അതിനേക്കാൾ ഉപരി ഗുരുമാർഗത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ യാദൃശ്ചികമായി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ജംഗ്ഷനടുത്ത കടയിലുണ്ട്, കടയിൽ വരണം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കടയിൽ വരാത്തക്ക ആരോഗ്യം ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചാണ് വിളിച്ചത്. പക്ഷേ അദ്ദേഹം കടയിലുണ്ടായിരുന്നു. ചെന്നു, സംസാരിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറഞ്ഞു, വീട്ടിലേക്ക് 2, 3, 4 അതിഥികളുണ്ട്, അവർക്ക് കിടക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ വൈകുന്നേരവും
ഗുരുകാരുണ്യം കൊണ്ട് കടന്നുകൂടി. ഇതുപോലെ തന്നെയായിരുന്നു ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും. ഗുരുവാണി എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സമയം അധികം എടുക്കില്ല. ഈ ഗുരുവാണി നമ്മൾ കേൾക്കുന്നത്, ഞാൻ കേട്ടത്, ഗുരു ഭൗതികത്തിലിരിക്കുമ്പോൾ എന്നും ആശ്രമത്തിലെത്താറുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുസന്നിധിയിൽ എത്തുമ്പോൾ ഗുരു ആദ്യം ചെയ്യും, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും. കഴിച്ചവർ തലയാട്ടും, കഴിക്കാത്തവർ പോയി കഴിച്ചിട്ട് വരാൻ പറയും. കാര്യം വിശന്നിരിക്കുന്നവൻ്റെ അടുത്ത് വേദം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വയറ് നിറയെ ആഹാരം തന്ന ശേഷം മാത്രമാണ് നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ വയറ് നിറയെ ആഹാരം കഴിച്ച് ഗുരുവിൻ്റെ പന്തലിൽ എന്താ പറയുക, അവിടെ നല്ല ശാന്തമായ തണുപ്പാണ് അവിടെ പോയിരിക്കുമ്പോൾ. എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ആ അന്തരീക്ഷത്തിലിരുന്ന് ഗുരുവാണി കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഉറങ്ങിയപ്പോഴൊക്കെ നമ്മളിത് കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ട് കാണും. പക്ഷേ നമ്മുടെ ജീവനിൽ അത് ഉണ്ടായി എന്നുള്ളത്, ആ ഗുരുവാണികൾ നമ്മുടെ ജീവനിലാണ് ഇറങ്ങിച്ചെന്നത് എന്ന് പിന്നീടുള്ള നമ്മുടെ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അന്ന് ആ ഗുരുവാണികൾ കേൾക്കുമ്പോൾ, നേരിട്ട് കേൾക്കുമ്പോൾ, ഗുരു വളരെ സരസമായും വളരെ പതുങ്ങിയ ഭാഷയിലും പറയുന്നതായിട്ടാണ് നമുക്ക് അന്ന് ബോധ്യപ്പെട്ടത് എങ്കിൽ, ഇന്ന് ഈ ഗുരുധർമ്മ സത്യയാത്രയുമായി യാത്ര ചെയ്യുമ്പോൾ ആ ഗുരുവാണി കേട്ടപ്പോൾ സത്യത്തിൽ ഭയമായിരുന്നു. ഗുരു ഇത്ര കർക്കശമായിട്ടാണോ സംസാരിച്ചിരുന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഗുരു പല കാര്യത്തിലും ദാക്ഷിണ്യം അല്പം പോലും കാണിച്ചിട്ടില്ല എന്നും ആ ഗുരുവാണി കേട്ടപ്പോൾ മനസ്സിലായി. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഗുരുവാണി കേട്ടതിനകത്ത് ഒരെണ്ണം ഇതായിരുന്നു. ഗുരു പറയുന്നുണ്ട്, നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് ഒരിക്കലും മാപ്പില്ല. എന്നിട്ട് ഗുരു ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകളിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, പള്ളിയിൽ അച്ഛനെ പോയി കണ്ട് കുമ്പസരിച്ചാൽ, തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ അതെല്ലാം മായ്ക്കപ്പെടുമെന്നും, പിറ്റേ ദിവസം തൊട്ട് അടുത്ത തെറ്റ് ചെയ്തു തുടങ്ങാം, അത് കുഴപ്പമില്ല, അതുവരെ ചെയ്ത തെറ്റുകളെല്ലാം മായ്ക്കപ്പെടുമെന്നും, അങ്ങനെ കുമ്പസാരത്തിലൂടെ നമുക്ക് നമ്മുടെ തെറ്റുകളെ തിരുത്താം അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ, അത് ചുമ്മാതാ. ഗുരു വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുന്നിൽ ആ തെറ്റ് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തന്നെ ഗുരു വ്യക്തമായി പറയുന്നുണ്ട്. അതിന് ഈ കുമ്പസാര കാര്യം കൂടി ചേർത്ത് ഗുരു ആ കാര്യം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റു പല ഗുരുവാണികളും കേൾക്കുമ്പോൾ നമുക്ക് ആ കേട്ട സമയത്ത് ഞാൻ അതിനകത്ത് നിന്ന് ആലോചിച്ചതാണ്, ഗുരു ഇത്ര കാർക്കശ്യക്കാരനായിരുന്നോ? ഗുരു ഇത്ര ശക്തമായിട്ട് സംസാരിച്ചതായിരുന്നോ? അത് നമുക്കിപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. നേരത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ തൊട്ട് ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ കൽപ്പാന്ത കാലത്തിനവസാനം വരെയും ആവശ്യമുള്ള ഗുരുവാണികൾ ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഗുരുവാണികൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിബൺ ടേപ്പിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് ആശ്രമത്തിൻ്റെ അന്നത്തെ ഇന്നും കൈകാര്യം ചെയ്യുന്നവർ മിക്കവാറും എല്ലാം വാരി തീയിട്ട് നശിപ്പിച്ചു. എന്നാൽ അതിനു മുമ്പ് ഈ എന്താ പറയുക, റിബൺ ടേപ്പ് വരുന്നതിന് മുമ്പ് ഗുരുവാണികൾ, ജനനിമാർ, പ്രത്യേകിച്ച് അമല ജനനി തുടങ്ങിയവർ പുസ്തകത്തിൽ കുറിച്ചുകൊണ്ടേയിരുന്നു അതിവേഗം. അങ്ങനെ കുറിച്ചു വെച്ച ഗുരുവാണികൾ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ അലമാരി ഉൾപ്പെടെ, ആ പുസ്തകം സൂക്ഷിച്ചിരുന്ന അലമാരി ഉൾപ്പെടെ അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇവരൊക്കെ എങ്ങനെ എന്തെല്ലാം രീതിയിൽ നശിപ്പിച്ചാലും ഈ ഗുരുവാണികൾ നശിക്കില്ല.
അത് ഒരു കാലം നമ്മുടെ കയ്യിൽ തിരിച്ചു വരും, അതിന് യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ ശ്രീ ചന്ദ്രബാബു ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഇതെല്ലാം കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും ചന്ദ്രബാബുവിൻ്റെ കയ്യിലും അജിത്തിൻ്റെ കയ്യിലും ഇവ ധാരാളമായി വന്നു പെട്ടിട്ടുണ്ട്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. അവർ ഇതിൻ്റെ സൂക്ഷിപ്പുകാരെന്ന് കരുതി കയറിക്കൂടിയവർ തീയിട്ട് നശിപ്പിച്ചു. എങ്കിലും ആ ഗുരുവാണികൾ വീണ്ടും ലോകത്തിൻ്റെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഗുരു എന്നുള്ളത് സത്യമാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ ഗുരുവാണികൾ തീർച്ചയായും തിരിച്ചു വരും. നാളെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഈ ഗുരുവാണികൾ എന്നും ഉപകരിക്കപ്പെടും. അതുമാത്രമേ ഇനി ഫലം ചെയ്യൂ എന്നുള്ളതാണ് സത്യം. ഇവിടെ നേരത്തെ സംസാരിച്ചവരും എനിക്ക് തോന്നുന്നു വിനായക് സാറിൻ്റെ പുസ്തകത്തിലുമൊക്കെ പറയുന്നുണ്ട് സത്യത്രാണൻ്റെ കഥ. ഇപ്പം ശാന്തിഗിരി അത് ചെയ്യുന്നത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. ഈ സത്യത്രാണൻ്റെ തെറ്റിനെയൊക്കെ തിരുത്തി പുതിയൊരു പരമ്പര സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയൊരു മതം, വിമോചന മതം, പക്ഷേ അത് ഗുരു ആഗ്രഹിച്ച മതമാണ്. അത് ഇതുവരെ അത് ഒരു എസ്റ്റാബ്ലിഷോ നിയമപരമായിട്ടോ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വിനായക് സാറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോലും വിമോചന മതം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോഴത് മാറ്റി പുതിയ പേരിടുകയാണ് ഉണ്ടായത്. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന പേരിലാണ് ഇപ്പോൾ ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ സത്യത്രാണൻ എന്ന് പറഞ്ഞ 7ാമത്തെ വൈവസ്യ മനുവിന് പറ്റിയ തെറ്റിനെ തിരുത്തി എന്നേ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു പരമ്പര സൃഷ്ടിച്ചു. ആ പരമ്പരയെ നേരെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ വിജയത്തിലാണ് വിമോചന മതം എന്ന മതം ഉണ്ടാകുന്നത് പോലും. അപ്പോഴേക്കും ശാന്തിഗിരിക്കാർ ഇപ്പം തുടങ്ങിയിരിക്കുന്നു സത്യത്രാണനെ പിടിച്ച് പുതിയൊരടവുമായിട്ട്. അത് ഈ ശാന്തിഗിരിക്കാർക്ക് ശീലം ഇപ്പോൾ ഉള്ളൊരു ഏർപ്പാടാണ്. നമ്മൾ ഈ സംഘടനാപരമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമ്പോൾ അവരപ്പോഴേ അതൊരു പുതിയൊരു ഐറ്റം അതിനകത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നോക്കിയപ്പോൾ സത്യത്രാണനെ മാത്രം ഈ സംഘടനക്കാർ ഇതുവരെ പിടിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ നമുക്കിനി സത്യത്രാണനെ പിടിച്ചാലേ രക്ഷയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സത്യത്രാണനെ പിടിച്ചത്. ഇതൊക്കെ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നതെന്നോ അറിയാൻ വയ്യ. പറഞ്ഞു കൊടുക്കുന്നവർ നേരെ ഇവയെ പറഞ്ഞു കൊടുത്തെങ്കിൽ ഈ മാതിരിയുള്ള കോലം കാണിക്കത്തില്ലായിരുന്നു. അതാവട്ടെ, അത് അവരുടെ മാർഗ്ഗം, അതവരെ അങ്ങനെ ചെയ്തു പോകട്ടെ. എങ്കിലും ഞങ്ങൾ ഈ യാത്രയിലൊരു ചെറിയ കാര്യം, 1-2 കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ യാത്രയ്ക്ക് ഉടനീളം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എത്ര മനോഹരമാണ് എന്ന് ആദ്യം അനുഭവിച്ചത് ഈ സംഘടനയുടെ GSSൻ്റെ സ്വീകരണത്തിലാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്വീകരണം നേടാനും ഇനി അവിടെ ഇവിടെ ആളുകളെ വലുതായിട്ട് വലിച്ചുകൂട്ടി ഇങ്ങനെ പടക്കങ്ങൾ ഇങ്ങനെ മാലപ്പടക്കം കെട്ടി പൊട്ടിച്ച് ഒരു നോട്ടുമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു പോകുന്ന അത്ര ഒരു സ്വീകരണ പരിപാടിയേ അല്ലായിരുന്നു. പക്ഷേ ഇത് ഒരു അവധൂത് യാത്ര എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ അത് അവധൂത് എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഈ യാത്ര വാഹനത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ യാത്രയ്ക്കുടനീളം ഗുരുവിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഭവപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് നല്ല സ്വീകരണം കിട്ടിയ ഒരുപാട് സ്ഥലം പോലെ തന്നെ ഞങ്ങളെ 2 തരാനും അവസരം കാത്തിരുന്നവരും ഉണ്ടായിരുന്നു. കണ്ണൂർ ചെന്നപ്പോൾ, കണ്ണൂർ ശാന്തിഗിരി ആശ്രമത്തിന് മുമ്പിലെത്തിയപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ എന്തോ മനസ്സുകൊണ്ട് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ ഗുരു നിർദ്ദേശം എന്തോന്നറിയില്ല, കന്യാകുമാരി ത്രിവേണി സംഗമത്തിൽ നിന്നെടുത്ത ഒരു കുപ്പി കടൽ ജലം ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങൾ കരുതിയിരുന്നു. കണ്ണൂർ ആശ്രമത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു വല്ലാത്ത പൈശാചിക അന്തരീക്ഷം, അവിടെ കാല് കുത്താൻ പോലും തോന്നുന്നില്ല. അതെന്തുകൊണ്ടെന്നറിയില്ല. കണ്ണൂർ ചെന്നിട്ട് അങ്ങനെ ഒരു വല്ലാത്ത ഫീലിംഗാണ് ഉണ്ടായത്. ആദ്യം ഇറങ്ങി തന്നെ ഞാൻ തന്നെ കാറിനകത്തിരുന്ന, എനിക്ക് ഇറങ്ങാൻ തോന്നാത്തതുകൊണ്ട് കാറിനകത്തിരുന്ന ആ ത്രിവേണി സംഗമത്തിൽ നിന്നും ശേഖരിച്ച ആ വെള്ളം അവിടെ തളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ആശ്രമത്തിൻ്റെ പുറത്ത്, കാമ്പൗണ്ടിന് പുറത്തു നിന്ന് അഖണ്ഡം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാങ്ങാണ്ടി ചെറുക്കൈ ഒരു ബൈക്കിനകത്ത് വന്നിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആൾ പേരറിയില്ല. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, നീ പോടേ, നമ്മളിവിടെ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ബൈക്ക് സ്റ്റാൻഡിട്ട്, അവൻ എന്താണെന്നറിയില്ല, നമ്മളെ തരണം. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് മുമ്പ് നമുക്കൊരു നിശ്ചയമുണ്ട്, ആരോടും തർക്കിക്കാനോ വഴക്കിടാനോ ആരുടെയും മെക്കിട്ട് കയറാനോ പോകാൻ പാടില്ല. 2 തന്നാൽ മേടിച്ചുകൊണ്ട് പൊയ്ക്കോണം എന്നുള്ള ഒരു തീരുമാനമാണ്. കാരണം
ഇതിൻ്റെ നമ്മുടെ ആശ്രമം ടീമല്ലേ, വലിയ കക്ഷികളല്ലേ. നമ്മളിപ്പോൾ 3-4 പേര് ചില നേരങ്ങളിൽ കഷ്ടിച്ച് ഭക്ഷിച്ചും ചില നേരങ്ങളിൽ ഇവയെ ഭക്ഷിച്ചും വെച്ചും കുടിച്ചുമൊക്കെ കഴിഞ്ഞു പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഈ തല്ല് കൊടുക്കാനുള്ള മനസ്ഥിതിയുമല്ല, ഞങ്ങളൊരു അവധൂത് യാത്രയുമാണ്. ആ ഒരു മനസ്ഥിതി പോകുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പിടിച്ചു മാറ്റാനൊക്കെ വാർഡ് പോർട്ടനിയാന്നൊക്കെ പറഞ്ഞാൽ ആ ചെറുക്കൻ കേൾക്കത്തില്ല. ആ ചെറുക്കൻ ഇവിടുന്ന് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും നേരം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ശാന്തമാക്കി. പക്ഷേ ഇതിനകത്ത് രസം വെച്ചാൽ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ ആവുന്ന ശ്രമിച്ചു. ഒരു വിധത്തിൽ ആ വഴി എത്തത്തില്ല. കറങ്ങി അവിടെ എത്താതാണ്. പിന്നെ അവസാനം വാശിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് ചെന്ന് കയറിയതാണ്. കാര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകണ്ട എന്ന് ഗുരുവിന് തോന്നിയതാണോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ചെന്ന് കയറി അവിടെ ഉണ്ടായ സീന് അത് എനിക്ക് തോന്നുന്നത് വീഡിയോയിലൊക്കെ കാണുമായിരിക്കും, നേരത്തെ യൂട്യൂബിലെങ്ങാനും വരുമായിരിക്കും. ഓക്കെ, അവിടെ അങ്ങനെയാണെങ്കിൽ പാലക്കാട് ആശ്രമത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചവരുമുണ്ട്. അങ്ങനെയും ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും വിഷമകരമായി അനുഭവപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കല്ലാർ ആശ്രമം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ കല്ലാർ ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത, ഗുരു സ്ഥാപിച്ച ഇവിടുന്ന് കഴിഞ്ഞാൽ 2ാമത്തെ ആശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എത്ര ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അത് നിങ്ങൾ റെഫർ ചെയ്യുക. എന്തായാലും കല്ലാർ ആശ്രമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഗുരു അവിടെ ചെല്ലുമ്പോൾ ഗുരുവിന് ടോയ്ലറ്റിൽ പോകണം. ഗുരു നോക്കിയപ്പോൾ കിണറ്റിന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ തൊട്ടിയിട്ട് നോക്കിയപ്പോൾ വെള്ളം ഒരു തുള്ളിയില്ല. അപ്പോഴേക്കും നമ്മുടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന സാത്യ ജന്നി ഒരു ഇതിൽ വെള്ളം എടുത്ത് ഗുരുവിന് കൊടുത്ത് വിട്ടു. ഗുരു തിരിച്ചു വന്നപ്പോൾ അവിടെ അമ്മാവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം വന്ന് കിണറ്റിലോട്ട്. അപ്പം ഗുരു വന്നിട്ട് 3 പ്രാവശ്യം ഒരു പ്രാവശ്യം കിണറ്റിന് ചുറ്റും വലയം വെച്ചു, ചുറ്റും നടന്നു. അത് കഴിഞ്ഞിട്ട് പോയിരുന്ന ശേഷം അല്പം കഴിഞ്ഞ് അമ്മാവൻ വന്ന് അവിടെ നോക്കുന്നുണ്ട്. അമ്മാവൻ എന്ന് പറയുന്നത് ഇനി സഖാവ് മാമനാണോ എന്ന് എനിക്കറിയില്ല, അത് റെഫർ ചെയ്യണം. എന്തായാലും അറിഞ്ഞ വിവരമാണ്. ഈ വെള്ളം കിണറിനോട്ട് നിറഞ്ഞ് ആ കരിയിലകളെല്ലാം ഇങ്ങനെ കറങ്ങി പൊടിയായിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പൊങ്ങി വരുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അങ്ങനെ ഉത്ഭവിച്ച വളരെ ഗുരുകാരുണ്യം കിട്ടിയ ഒരു കിണറാണത്. ഇന്ന് ആ കിണർ പോയി നിങ്ങൾ കണ്ടാൽ, നിങ്ങളൊരു ഗുരുസ്നേഹിയാണെങ്കിൽ, ഗുരുലാഭമായി എപ്പോഴെങ്കിലും കിട്ടിയവനാണെങ്കിൽ കണ്ണു നിറയാതെ അവിടെ നിന്നും പോകാൻ കഴിയില്ല. കക്കൂസ് മാലിന്യത്തെക്കാൾ, സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തിഹീനമായി അവഗണിച്ചിട്ടിരിക്കുന്നു ആ കിണർ. ആ പരിസരത്ത് ഒരു മനുഷ്യനില്ല. ശാന്തിഗിരി ആശ്രമമാണ്, കല്ലാർ ആശ്രമമാണ്. അവിടെ ഒരു മനുഷ്യനില്ല അത് നോക്കുവാനും അത് പരിപാലിക്കുവാനും. എന്നാൽ അതിനേക്കാൾ 4-5 കിലോമീറ്റർ അപ്പുറത്ത് രാജാക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് അതിനൊരു പ്രത്യേക പേരുണ്ട് പ്രാദേശികമായിട്ട്. അവിടെ അതിമനോഹരമായ ഒരു കെട്ടിടം പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന് ആദ്യം ഇട്ടിരുന്ന പേര് ഗുരുവിൻ്റെ വീട് എന്നാണ്. ഗുരുവിൻ്റെ വീടെന്ന് വെച്ചാൽ അവരുദ്ദേശിച്ച രാധയുടെ വീട്, അങ്ങനെയാണ് അത് കെട്ടിയത്. അങ്ങനെ എഴുതിയും വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടിയും അതൊന്ന് വീഡിയോയിൽ പകർത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ആ ഭാഗത്ത് പോയി നോക്കി. എന്തായാലും ഇപ്പോൾ ആ പേരില്ല, പകരം ശാന്തിഗിരി ആശ്രമം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കല്ലാർ ആശ്രമത്തെ ഇത്രയേറെ ഗുരുവുമായി വളരെ അടുപ്പമുള്ള, ഗുരുകാരുണ്യം കൊണ്ട് നല്ലൊരു കിണറുണ്ടായിട്ടുള്ള ആ കല്ലാർ ആശ്രമത്തെ അവർ എത്ര നികൃഷ്ടമായിട്ട് അവഗണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനപ്പുറത്ത് രാധാമന്ദിരം അതിമനോഹരമായി ഒരുക്കിയിട്ടുമുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ ചെന്ന് കാണുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ചെന്ന് ഗുരുവിൻ്റെ പർണശാലയും ഗുരുവിൻ്റെ മുറിയും ഞങ്ങൾ കയറി കാണുമ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയി കാണും അവിടെ ഒരു ആശ്രമത്തിൻ്റെ ഒരു അധികാരിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ അത് പോയി നോക്കി കണ്ടിട്ട് എന്ന്. അതിൻ്റെ മുറ്റം നിറയെ കരിയിലെയും ചവറും കൊണ്ട് മൂടിക്കിടക്കുന്നു. ഞങ്ങളുടെ കൂടെ വന്ന സ്വാമിദാസാണ് ഒരു ചൂലെടുത്ത് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയത്. ഗുരുവിൻ്റെ പർണശാല മാറാല കെട്ടിക്കിടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല. നിങ്ങൾക്കൊക്കെ പോയി കാണാം. ശാന്തിഗിരിക്കാരൊന്നും അവിടെ ഇല്ല.
ഗുരുവിൻ്റെ പുതുതായി നിർമ്മിച്ച ആശ്രമത്തിൽ വിശ്രമിച്ച അതായിരിക്കാം രണ്ട് എന്താ പറയുക ജനനിമാർ, സന്യാസി വേഷമിട്ട രണ്ട് സ്ത്രീകൾ ഒരു വക്കീലിൻ്റെ കാറിൻ്റെ ആഡംബര കാറിൻ്റെ ബാക്കിലിരിക്കുന്നു. അവർ ഞങ്ങളെ കണ്ട ആ കാറ് ആ വഴിയിൽ ഒന്നും നിർത്തിയത് കണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിച്ചെന്നത്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അവർ വണ്ടി വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് റൈറ്റിലോട്ടാണ് നമുക്ക് വരേണ്ടത്. ഇവർ ലെഫ്റ്റിലോട്ട് കാറ് കയറ്റി മാറ്റി ഒതുക്കിയിട്ടിരിക്കുന്നു. ഞങ്ങൾ റൈറ്റിലോട്ട് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പിറകെ വീണ്ടും അവർ വന്നു. എന്തായാലും രണ്ട് ജനനിമാരല്ലേ, തല്ലത്തില്ലെന്ന് വിചാരിച്ചു. എന്തായാലും തല്ലിയൊന്നുമില്ല. അവർ ഞങ്ങൾ പിറകെ കുറേ വാച്ച് ചെയ്ത് വന്നിട്ട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഞാനീ പറഞ്ഞത് ഞങ്ങൾ പോയി കണ്ട രണ്ട് ആശ്രമത്തിൻ്റെ കാര്യം ഇത് പറഞ്ഞെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാവരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശാന്തിഗിരിയിൽ നമ്മുടെ എല്ലാമായ ഗുരുവിൻ്റെ ആശ്രമത്തെ തകർത്തുകൊണ്ട് അതിന് സമാന്തരമായിട്ട് ഇപ്പോഴത്തെ രാധയുടെ ആശ്രമം അവർ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ എനിക്കൊരു ചെറിയൊരു സംശയം, സാധാരണ എനിക്ക് അതില്ല, എന്നാലും ജനത്തിൻ്റെ സംശയം വരും. ഗുരു കഴിഞ്ഞ് രാധാഗുരു വന്നു, ഇനി രാധാഗുരു പോയി കഴിയുമ്പോൾ അടുത്ത ഗുരു വരും. പോകുന്നതിന് മുമ്പ് വരുമെന്നാണ് ഇപ്പോൾ വേറെ കേൾക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് അടുത്ത ഗുരു വരും ഇവരുടെ രീതിക്കാണെങ്കിൽ. പിന്നെയും ഗുരു വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പോത്തങ്കോട് പഞ്ചായത്ത് മൊത്തം മേടിച്ചാലും പർണശാല കെട്ടിയാൽ തീരത്തില്ല, താമര കെട്ടിയാൽ തീരത്തില്ല. അതുമാതിരി ഗുരുക്കന്മാർ വന്നുകൊണ്ടിരിക്കും. ഇവർക്കറിയാത്തതാണോ അതോ ഇപ്പോഴും അവിടെ കുമ്പിട്ടിരിക്ക് നടക്കുന്നവരോടുകൂടി ചോദിക്കുകയാണ്, ഇനിയും നിങ്ങളുടെ അറിവിൽ ഗുരുക്കന്മാർ ഈ പരമ്പരയിൽ വന്നുകൊണ്ടിരിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഗുരു നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പരമ്പരയിൽ എക്കാലവും ദർശനമുള്ള ഒരാൾ ഉണ്ടാകുമെന്നും നമ്മളെപ്പോലുള്ള വിശ്വാസികൾക്ക് ചോദിച്ച് കാര്യങ്ങൾ അറിയുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും അതിന് പറ്റിയ ആൾ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവരൊക്കെ ഗുരു ആയിരിക്കുമെന്ന് ഗുരു എപ്പോഴെങ്കിലും പറഞ്ഞതായി അറിവുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഒരു ബോധത്തിലാണ്, അങ്ങനെ ഒരു തിരിച്ചറിവിലാണ് നമ്മുടെ ഈ സംഘടന ഉണ്ടായത്. ഒരു സംഘടനാ ബലത്തിൽ നിന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാവർക്കും പരമകാരുണ്യവാനായ ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ രണ്ട് പുസ്തകത്തിൻ്റെയും പ്രകാശന ചടങ്ങുകൾക്ക് ഗുരുമാർഗം പ്രകാശ സഭയുടെയും എൻ്റെയും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഗുരുകാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം. അടുത്ത ആശംസ പ്രസംഗത്തിന് വേണ്ടി വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം നമ്മുടെ ഗുരുവാണികളിൽ 1 മുതൽ 25 വരെയുള്ള ഗുരുവാണികളെന്ന് പറഞ്ഞാൽ അധികം നോയ്സ് ഇല്ലായിരുന്നു. കാരണം ഗുരു സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി അപശബ്ദങ്ങൾ ആ സാഹചര്യത്തിൽ അന്ന് സഹകരണ മന്ദിരത്തിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ പണിയുടെ ആ സൗണ്ടുകൾ ഗുരു തൊട്ടടുത്ത ഷെഡിലാണല്ലോ ഗുരു ഉണ്ടായിരുന്നത്. ഈ ഗുരു സംസാരിച്ചുകൊണ്ടിരുന്ന അവിടെയാണ്. അപ്പോൾ അതിനുശേഷം ഈ 26 തൊട്ട് ഈ 62 വരെയുള്ള ഗുരുവാണികളിൽ ഒത്തിരി ഗുരുവാണികളിൽ നോയ്സ് ഉണ്ടായിരുന്നു. കാരണം ഗുരുവിൻ്റെ സൗണ്ടിനേക്കാൾ ഉയർന്ന് മറ്റ് അപശബ്ദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ അപശബ്ദങ്ങളെ നമുക്ക് നീക്കം ചെയ്ത് കുറേ ഗുരുവാണികളിൽ സഹായിച്ചത് ഒരു കക്ഷിയുണ്ട് നമ്മുടെ, അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതിപ്രിയ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ഒന്ന് സ്മരിക്കാതെ ഇത് പോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതാണ് ജ്യോതിപ്രിയൻ. അപ്പോൾ ഒട്ടനവധി ഗുരുവാണികളിൽ നമുക്ക് നോയ്സ് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അത് എല്ലാവരും അറിവിലേക്കായിട്ടൊന്ന്. അടുത്തായി ആശംസ അർപ്പിക്കാനായിട്ട് നമ്മുടെ അംബിക വിശ്വനാഥ് ഉദയഭാനു സാറിൻ്റെ മകളെ ക്ഷണിക്കുകയാണ്.